10% നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന 2000 രൂപ എത്ര വർഷം കൊണ്ട് 2420 രൂപയായി വർദ്ധിക്കും? പലിശ നിരക്ക് 10%, കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, നിക്ഷേപ തുക അതായത് പ്രിൻസിപ്പൽ 2000 രൂപയാണ്. എത്ര വർഷം, നമ്പർ ഓഫ് ഇയേഴ്സ് കാണണം. 2420 രൂപയായി വർദ്ധിക്കും. അതായത് 2000 നമ്മൾ നിക്ഷേപിച്ചു ബാങ്കിൽ, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എത്രയായി? 2420 അതായത് ബാങ്ക് തരുന്ന പലിശ ചേർത്ത് 2000 എത്രയായി? 2420 നമുക്ക് സൂത്രവാക്യം എഴുതാം. കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യമാണ് A = P × 1 + R/100 ഹോൾ ഘാതം n. ഇതിൽ അക്ഷരങ്ങൾ എന്താണ്? P ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക, R പലിശ നിരക്ക്, n വർഷങ്ങളുടെ എണ്ണം. A എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും ചേർത്ത തുക. നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും ചേർത്തതാണ് A. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് 2420 കാരണം 2000 നമ്മൾ നിക്ഷേപിച്ചു, ബാങ്ക് കുറച്ച് പലിശയും തന്നത് കൂട്ടിയിട്ടാണ് എത്ര ഇത് 2420. അപ്പോൾ എക്ക് പകരം 2420 = P 2000 × 1 + പലിശ നിരക്ക് 10/100 ഹോൾ ഘാതം n ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇതൊരു ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്. ഇതിൽ ഈ n ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഒന്നിച്ചിവിടെ എഴുതാം. ഒരു ഭാഗത്ത് ഏതാ 1 + 10/100 ഹോൾ ഘാതം n അവിടെ നിർത്തിയിട്ട് ഈ 2000നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി. 2000 ഇവിടെ ഇൻറ്റു ചെയ്തിട്ടാണ്, അത് മറുഭാഗത്തേക്ക് പോകുമ്പോൾ ബൈ ആവും. അപ്പോൾ 1 + 10/100 ഹോൾ ഘാതം n = ഇവിടെ എന്തുണ്ട്? 2420/2000. ഒരു 0 വെട്ടിക്കളയാം. 242/200. 2 കൊണ്ട് വെട്ടി ചുരുക്കാം മുകളിലും താഴെയും, അതായത് പകുതി എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 121/100. നമുക്ക് എന്താ കിട്ടിയത്? 1 + 10/100 ഹോൾ ഘാതം n എത്രയാണ്? 121/100. നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൂട്ടാം. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ചെയ്യുക? 1 കൊണ്ട് 100നെ ഗുണിച്ച് 10 കൂട്ടുക. 1 കൊണ്ട് 100നെ ഗുണിച്ച് 10 കൂട്ടുക. ഒരു 100, 100, 10, 110/100 എന്ന് എഴുതാം. ഹോൾ ഘാതം n = ഇവിടെ എന്താണ്? 121/100. നമുക്ക് ഇതിൽ ഒരു 0 വെട്ടിക്കളയാം. അപ്പോൾ എന്ത് വരും? 11/10 ഹോൾ ഘാതം n ഇത് 11ന്റെ സ്ക്വയറാണ്, ഇത് 10ന്റെ സ്ക്വയറാണ്. 121 11ന്റെ സ്ക്വയറാണ്, ഇത് 10ന്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 11/10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം 2ന്റെ സ്ക്വയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ 11/10 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഈ ഇക്വേഷൻ്റെ ഇതിൻ്റെ ഒരു കാര്യം നോക്കുമ്പോഴേ പാദങ്ങൾ തുല്യമാണ് അല്ലേ? ബേസ് ഈക്വലാണ്. 11/10 11/10 താഴെ എഴുതിയിരിക്കുന്നത് തുല്യമാണ്. അപ്പോൾ പാദങ്ങൾ തുല്യമാണെങ്കിൽ, അതായത് ബേസ് ഈക്വൽ ആണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? n = 2, വർഷങ്ങളുടെ എണ്ണം 2.